ഇതൊരു കാര്യം ചെയ്താണേ, കണ്ടോ? ഇതിനെ എടുത്ത് ഞാൻ ഇതേ ഈ പാത്രത്തിലോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ചാർക്കോൾ കത്തിച്ചു. എന്നിട്ട് ഇതാണ്ട ഞാനിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിച്ചേ. കണ്ടോ അത് പുകയുന്ന കണ്ടോ ഇരുന്നിട്ട് നന്നായിട്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വീണ്ടും അടുത്ത ഒരു വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. ചിക്കൻ്റെ ഐറ്റം കേട്ടോ. പെരി പെരി ചിക്കൻ. ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ചിക്കൻ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമല്ലേ ചിക്കനോട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വീണ്ടും ചിക്കൻ്റെ ഐറ്റം ആയിട്ട് വരാൻ. അപ്പം എന്താ പറയാ, അപ്പൊ ഞാൻ ഇന്ന് ഒരു ചിക്കൻ്റെ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഇതിന് വേണ്ട കണ്ടന്റ് എന്തെന്നുമുള്ള ഒക്കെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മൾ പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മസാലകളാണെന്ന് നോക്കാം. എന്താണ്ടാ ഒരു എന്താ പറയുക, റെഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട് 2 സ്പൂണ്. കുരുമുളക് പൊടി ഇത്രയും ചെറിയ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഒനിയൻ എടുത്ത് വെച്ചു. പിന്നെ എന്താണ്ട നാരങ്ങ നീര്, മല്ലിയില, ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി, ഒരു തക്കാളി എടുത്ത് വെച്ചു, പച്ചമുളക് എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പാഴ്സലി, ഒറിഗാനോ, മിക്സഡ് ഹെർബ്സ് ഇതും സ്വല്പം അതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് മെയിൻ ഐറ്റം എന്താ വേണ്ടത്? ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളതാണ് പീസ് വേണ്ടത്. പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ രീതിയിലുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ഇടുന്നതൊന്ന് കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെയാണ് പേസ്റ്റ് രൂപത്തിലാക്കുന്നത് നോക്കാം. അടുത്തതാണ് മുള ഇടുന്നത്. അപ്പോൾ അടുത്തതാണ് നാരങ്ങാ നീരിട്ടു, കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ തന്നെ മല്ലിയില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഇട്ടു, അതിനകത്തേക്ക് തക്കാളി ഇട്ടു. എന്നിട്ട് നമ്മുടെ പെരി പെരി അതിൻ്റെ സ്വല്പം മസാല എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ മസാലയും കൂടെ ഒരു ലേശം ഇതായിരുന്നു. ഇങ്ങനെ ലേശം ഒരു മസാല ഇനിയിപ്പോൾ കവറോട് കൂടി ഞാനൊരു ഏകദേശം അങ്ങ് തട്ടി ഇടുമായിരുന്നേ. അതിട്ടു. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, സ്പൂണിലൊന്നും എടുത്തതല്ല. മസാല എടുത്തപ്പോൾ തുമ്മി കേട്ടോ. ഒറിഗാനോ എടുത്തു. അങ്ങനെ മിക്സഡ് ഹെർബ്സും കുറച്ച് ഞാൻ അതിലേക്ക് അങ്ങ് തട്ടി ഇടുക. അയ്യോ തുമ്മുന്നു. വേണ്ട പാഴ്സലിയും എന്താണ്ടേ കുറച്ചിട്ടു. എന്നിട്ട് ഞാൻ ഇതിനെല്ലാം ഇത് വല്ലാത്ത തുമ്മ. എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്കൊരു സാറുണ്ടായിരുന്നു. സാറ് ഒരു കൊച്ചുകുട്ടി സാറാണ് ഡ്രില്ലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സാറാണെങ്കിൽ ഇങ്ങനെ കേട്ടോ തുമ്മുന്നത്. സാറ് തുമ്മിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ മൊത്തം കേൾക്കാം. അതുപോലെ ഇവിടെ എൻ്റെ ഒരു മകള് തുമ്മുന്നത്. അപ്പം വേണ്ട ഞാനിപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കും. ഈ രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം? മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പും കൂടി ഇട്ട് അരയ്ക്കാം. അപ്പോൾ ഇത് അരഞ്ഞിട്ട് ഞാൻ പിന്നെ ഉപ്പിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഉപ്പിട്ടു. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് അരച്ചിട്ടിടും. അപ്പോൾ അരപ്പിലെല്ലാം നല്ലപോലെ ഉപ്പ് പിടിക്കും. ഇതേണ്ടേ ഞാനപ്പോൾ ഇങ്ങനെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ പീസിലൊന്ന് ഈ പീസിനെ ഞാൻ ഇതേ രീതിയിൽ വരഞ്ഞു വെച്ചിരിക്കുകയാണേ. അപ്പം നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാൻ മറന്നു പോകരുത്. 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങ് തൂത്ത് പിടിപ്പിക്കുക. അല്ല അവിടെ ഒരാളെ ഞാനൊരു ജോലി ഏൽപ്പിച്ചേ. അപ്പോൾ അതിനവിടെ കൈവേദന എടുക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാനൊരു ചാർക്കോൾ ഗ്യാസിൽ വെച്ചിട്ട് കത്തിച്ചെടുക്കുകയാണേ. നമുക്കിതിന് ആവശ്യമുണ്ട് ആ സാധനത്തിന്. ഞാൻ ഈ രീതിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ 4 പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ എടുത്ത് വെച്ചപ്പോൾ 6 പീസ് ചെയ്താൽ ഞാൻ 2 പീസ് ഞാനങ്ങ് മാറ്റുവാണ്. ഈ ഇത്രയും പീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് കുറച്ച് നേരം നമ്മൾ ഈ മസാല എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെക്കണം. അതായത് മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് പിടിക്കണ്ടേ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കൊണ്ടുവരാം. ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു ചാർക്കോൾ കത്തിച്ചു. എന്നിട്ട് ഇതാണ്ട ഞാനിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിച്ചേ. കണ്ടോ അത് പുകയുന്ന കണ്ടോ ഇരുന്നിട്ട് നന്നായിട്ട്. അപ്പം അതിനെ ഞാനിതിനെ എടുത്തിട്ട്
ഈ പാത്രത്തിൻ്റെ സൈഡിലേക്ക് എടുത്ത് ഞാനങ്ങ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? അപ്പോൾ അത് കണ്ടോ, പുകയുന്ന കണ്ടായിരുന്നിട്ട് നല്ല മണമാട്ടോ. വേണ്ടേ, ഞാനൊരു വലിയ അടപ്പ് വെച്ചിട്ട് അങ്ങ് മൂടി അതവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് പുകയട്ടെ. ഒരു ഫ്രൈങ് പാൻ വെക്കുകയാണ്. ഫ്രൈങ് പാൻ വെച്ച് അത് ചൂടാക്കുമ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാൻ പോവാം. ഓയിലൊക്കെ ഒഴിച്ചിട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നല്ല സൂപ്പർ മണമാണ് ഇത് തുറക്കുമ്പോൾ തന്നെ. നമുക്ക് ഇതിന് 1 by 1 ആയിട്ട് ഇങ്ങനെ നമുക്ക് അതിലേക്ക് എടുത്തിടാം. അപ്പം ഇതിങ്ങനെ കിടന്നിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരട്ടെ. ഫ്രൈ ആകുന്നതിനേക്കാളുപരി ഇതൊന്ന് വേവുക ചെയ്യേണ്ടത്. അതാണ് ഇതിനകത്ത് ഈ മെയിൻ. ഈ ചിക്കനെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ഒത്തിരി ഇതിൽ കിടന്നിട്ട് ഒത്തിരി അങ്ങനെ അങ്ങ് ഫ്രൈ ആവണ്ട. പകരം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഈ ചിക്കൻ പീസ് ഒന്ന് വേവണം. അതാണ് മെയിൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേവാനും കൂടി ഉദ്ദേശിച്ച് ഞാനിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടേ. അടച്ചൂടെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് ആവിയുടെ ഒന്ന് ചെല്ലുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ വേണ്ടേ, ഞാൻ ചിക്കനെ എടുത്തൊന്ന് തിരിച്ചും കൂടി ഇടുവാന്നേ. ഇതിന് നമുക്ക് വെന്ത് കിട്ടിയാൽ മാത്രം മതിയേ. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും അത് ചെയ്യാനില്ല. ഈ ഒരു രീതിയിലാക്കി നമുക്ക് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ വീണ്ടും ഞാൻ ആ സൈഡ് ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഒന്ന് അടച്ച് വെക്കുകയാണേ. അവിടെ ഇരുന്നൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ. അപ്പോൾ അതാണ്ട് ഇത് വെന്തിട്ടുണ്ടാവുമേ. ഞാൻ അടപ്പ് മാറ്റിയിട്ട് ഞാൻ ഇതിനെ ഇനി മാറ്റുവാണേ. 1 by 1 ആയിട്ട് ഇതിനെ ഇനി മാറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പീസും കൂടി ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇടുക. ഇങ്ങനെ കൈകൊണ്ട് വറക്കിയിട്ടാലേ എളുപ്പമല്ലേ. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത വഴി നോക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയല്ലേ. അപ്പം ഞാനിനി അടുത്ത അടുപ്പ് കത്തിച്ചു. എന്നിട്ട് ഞാനൊരു ഇത് എൻ്റെ എന്താ പറയുക, ഗ്രിൽഡ് ചിക്കൻ ഒക്കെ റെഡിയാക്കുന്നത് ഗ്രിൽഡിൻ്റെ ഒരു ഇതാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു. ഇത് ഞാനിങ്ങനെ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ചിക്കനെ എടുത്ത് അങ്ങനെ അങ്ങ് വെക്കുന്നു. ഇതൊന്ന് കൈകൊണ്ട് ചെയ്യണ്ട കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടിപൊളി പെരി പെരി ചിക്കൻ കിട്ടും. നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലൊക്കെ വെച്ച് ട്രൈ ചെയ്ത് കിട്ടുമ്പോൾ ഇതിനൊക്കെ പ്രത്യേക, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കഴിക്കുന്ന ചിക്കനൊക്കെ ഒരു പ്രത്യേക രുചിയാട്ടോ. ഒന്ന് ശ്രമിച്ച് നോക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. കണ്ടോ, ആഹാ നോക്കിയേ. അപ്പം നമുക്കിതിനെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്കിതിനെ 2 സൈഡിലും ഈ രീതിയിൽ നമുക്ക് മുരിച്ചെടുക്കാവുന്നതാണ്. ഗ്യാസിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി ഇതൊക്കെ വീഴും കേട്ടോ. അതൊന്നും സാരമില്ലേ. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കത്തില്ല, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അവർ ആ ഇതിൽ വെച്ചിട്ട് ചെയ്യത്തില്ലേ, അതുപോലെ പ്രത്യേക മണമാണ് കേട്ടോ. സത്യം എന്തൊരു മണമെന്നറിയാമോ ഇപ്പം തന്നെ. ഈ രീതിയിൽ ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ പ്രത്യേക സൂപ്പർ ടേസ്റ്റാണ്. കണ്ടോ, ഇപ്പം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തേക്കുന്ന കണ്ടോ. അപ്പം ഈ രീതിയിലാണ് നമ്മൾ തിരിച്ചും മറിച്ചും എടുത്ത് റെഡിയാക്കി വെക്കേണ്ടത്. അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് വരാം. കണ്ടോ, ഞാൻ അടുത്തത് എടുത്ത് ഇതുപോലെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും സെറ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കുവാണേ. അപ്പോൾ കണ്ടോ, അതാണ് കണ്ടോ. അത് സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. നോക്കട്ടെ, സൂപ്പറാട്ടോ, സൂപ്പർ അടിപൊളിയാണേ. അപ്പം ഞാൻ അതാണ്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതാണ്ട് നോക്കേ. അപ്പം ഈ രീതിയിലായിരിക്കണമേ ചെയ്തെടുക്കേണ്ടത്. ചെയ്തിട്ട് അത് കഴിച്ച് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ട് ദേവുട്ടിയെ. സൂപ്പറാണോ? ഓക്കെ. അപ്പം ഇതാണ്ടേ എൻ്റെ അടിപൊളി പെരുവരി ചിക്കൻ കണ്ട സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ തന്നെ കരുതുന്നു. കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഭംഗിയായിട്ട് തോന്നിക്കുന്നുണ്ടോ എല്ലാവർക്കും? ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.
അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ഓൾന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.